ഏവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പൂജാവിധാനത്തെ പറ്റിയാണ്. അവിടെ പൂജകൻ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത്, പൂജകൻ്റെ മനോഭാവം എന്തായിരിക്കണം, ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു എപ്പിസോഡുകൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മൂർത്തി പൂജയ്ക്ക് ശേഷം പ്രസന്ന പൂജ, നിവേദ്യമൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് ഇരിക്കുന്ന ദേവൻ വളരെ പ്രസന്നനായിരിക്കുന്ന സമയത്താണ് പ്രസന്ന പൂജ എന്ന് പറയും. അവിടെയും മന്ത്രങ്ങളൊക്കെ ഒന്ന് തന്നെ. കാരണം ആദ്യം നമ്മൾ ദേവനെ ആവാഹിച്ചതിന് ശേഷം ദേവന്റെ പാദമൊക്കെ കഴുകി, പിന്നീട് ദേവന്റെ അംഗോപാംഗങ്ങളും പാർഷദന്മാര് എന്ന് പറഞ്ഞാൽ ദേവന് വലിയൊരു ലോകമുണ്ട്, അതാണ് പാർഷദന്മാര് എന്ന് പറയുന്നത്. ദിഗ്ദേവതകൾ എന്ന് പറയാറുണ്ട്. കിഴക്കിന് ദേവതയുണ്ട്, അതുപോലെ തന്നെ അഗ്നി ദേവത കിഴക്കിനും തെക്കിനും മധ്യത്തില്, അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത്, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് കിഴക്ക് ഭാഗം ഒക്കെ ആയിട്ട് ദേവതകൾ, 8 ദേവതകൾ, പിന്നെ ഊർധ്വഭാഗം അധോഭാഗം, ഇങ്ങനെ എല്ലാ ദിക്കുകളിലും ദേവന്റെ പാർഷദന്മാരുണ്ട്. ഈ പാർഷദന്മാരെയും ഉൾപ്പെടെ സങ്കല്പിച്ചിട്ടാണ് ആദ്യം നമ്മൾ മന്ത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് വരിക. മന്ത്രങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചത്. ആദ്യ ഭാഗത്ത് ഇങ്ങനെ വലിയൊരു ലോകം നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ മുമ്പിൽ പത്മവിട്ട് പൂജ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പീഠ പൂജയിലൂടെ സങ്കല്പിച്ചു. അത് കഴിഞ്ഞാൽ ഈ പത്മവിട്ടില്ലെങ്കിൽ പീഠപൂജാ മന്ത്രങ്ങളിലൂടെ അത് സങ്കല്പിച്ചു കഴിഞ്ഞു. അവിടെ ദേവചൈതന്യത്തെ അതിന് മധ്യത്തിൽ സങ്കല്പിച്ചു. ആ ദേവചൈതന്യത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നിവേദ്യാദി കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അങ്ങനെ പുഷ്ടിപ്പെട്ടിരിക്കുന്ന ദേവനെ വീണ്ടും ആ ചൈതന്യം പൂർണ്ണമായി നിലനിൽക്കുന്ന ഭാവത്തിൽ നമ്മളുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ മുമ്പേ പറഞ്ഞ പ്രസന്ന പൂജ. പ്രസന്നനായിരിക്കുന്ന, വളരെ ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനെ നമ്മൾ കാണുന്നു. അവിടെയാണ് ഭഗവാനെ സ്തുതിക്കുന്നു. പൂജയിൽ പലപ്പോഴും മന്ത്രങ്ങൾ കൊണ്ട്, 108 മൂലമന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യാം. അതിനുശേഷം സഹസ്രനാമമുണ്ട്, മറ്റു മന്ത്രങ്ങളുണ്ട്, വേദമന്ത്രങ്ങളുണ്ട്, പുരുഷ സൂക്തം തുടങ്ങിയതായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ വേദമന്ത്രങ്ങൾ കൊണ്ട് വേണമെങ്കിലും ദേവനെ നമുക്ക് സ്തുതിക്കാം എന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ദേവതകൾ എന്തായാലും വേദമന്ത്രങ്ങൾ, ഏത് വേദമന്ത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ശ്രീരുദ്രം പോലെയുള്ള മന്ത്രങ്ങൾ, പുരുഷസൂക്തം പോലെയുള്ള മന്ത്രങ്ങൾ, ഭാഗ്യസൂക്തം പോലെയുള്ള മന്ത്രങ്ങൾ, ഐകമത്യ സൂക്തം പോലെയുള്ള മന്ത്രങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ടൊക്കെ ദേവതയെ നമ്മുടെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന് പൂജിക്കാവുന്നതാണ്. ആ ദേവതയോടുള്ള അർത്ഥനയും അതിനകത്തുണ്ട്. പ്രാർത്ഥന, പ്രഹർഷേണ അർത്ഥിക്കുക. ഇന്ന ഗുണങ്ങൾ ഈ പ്രപഞ്ചത്തിനും എനിക്കും എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വേദമന്ത്രങ്ങൾ ഒക്കെ ഉള്ളത്. അങ്ങനെ ദേവനും ഞാനും ദേവനെ പൂജിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും ഈ പ്രപഞ്ചവുമെല്ലാം തൻ്റെ ഭാവനയിൽ കുറച്ച് സമയം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഉപാസന പദ്ധതിയാണ് ശരിക്കു പറഞ്ഞാൽ പൂജ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ദേഹശുദ്ധിക്രിയയിൽ ദേവനും ഞാനും ഏകമാകുന്നു. ശംഖപുരാണത്തിൽ ഉപയോഗിക്കുന്ന ശംഖും ജലവും എല്ലാം ദേവതാസങ്കല്പമാകുന്നു. അതിനുശേഷം വിളക്ക്, അഗ്നി, ജലം, ഇതൊക്കെ ആയിക്കൊണ്ട് നമുക്ക് പൂജ ചെയ്യാം. വിഗ്രഹങ്ങൾ, അവയൊക്കെ ദേവതാസ്വരൂപമായിട്ട് മാറുന്നു. അത് കഴിഞ്ഞാൽ വെച്ച നിവേദ്യവും ദേവതാസ്വരൂപമാകുന്നു. ഇതെല്ലാം ഏകമായി ഭവിച്ച ഒരവസ്ഥ. അതിനുശേഷം നമ്മൾ പുഷ്പാഞ്ജലി, ദേവപ്രീതിക്ക്, ദേവപ്രീതിക്കല്ല, ശരിക്ക് നമ്മുടെ ഉപാസകന്റെ മനസ്സിൽ ദേവന്റെ ഗുണങ്ങളെ വേണ്ടവണ്ണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഈ മന്ത്രങ്ങളൊക്കെ. എന്നിട്ട് അവസാനം ദേവന്റെ മുൻപിൽ നമസ്കരിച്ച് ദേവനും ഞാനും ഏകമായിട്ട് ഭവിക്കുന്നു എന്നുള്ള അവസ്ഥ. അവിടെയാണ് ഉദ്വാസന എന്ന് പറയുന്ന പൂജയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഘടകമാണത്. അത് ആ ഘട്ടത്തിൽ താൻ ആവാഹിച്ചിരുത്തിയ അതേ ദേവത തൻ്റെ ഉള്ളിൽ നിന്ന് ഏതൊരു പ്രാണനെയാണോ
ദേവതാസ്വരൂപമായി സങ്കല്പിച്ച് ആ ദേവതാസ്വരൂപത്തെ തന്നിലേക്ക് ലയിപ്പിച്ച്, പ്രാണനിലേക്ക് ലയിപ്പിച്ച് താനും ഈശ്വരനും ഏകമായിട്ട് ഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള പദ്ധതിയാണ് പൂജ. അങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് പൂജയുടെ ലക്ഷ്യം എന്ന് പറയുക. അങ്ങനെ ഒരു വ്യക്തിയെ ദേവതാ സങ്കല്പവുമായി സമന്വയിച്ച് ഞാനും ദേവനും ഏകമെന്ന ഭാവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മപദ്ധതിയാണ് പൂജ എന്ന് പറയുന്നത്. ജ്ഞാനപദ്ധതിയിലൂടെ ഉയരാൻ കഴിയാത്തവർക്ക് ഈ കർമ്മപദ്ധതിയിലൂടെ ഉയരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഇന്നയാൾക്ക് എന്നൊന്നുമില്ല. ഏതൊരു വ്യക്തിക്കും ഈശ്വര സാക്ഷാത്കാരം, താനും ഈശ്വരനും എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടതായിരിക്കുന്ന പക്വത, മാനസിക പക്വത നേടിയ ഏതൊരു വ്യക്തിക്കും ഈ പൂജ ആകാവുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുക, അതല്ലെങ്കിൽ വീടുകളിൽ പോയി പൂജ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുക, ഇതിനൊന്നുമല്ല പൂജ എന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകണം. അതിനാണ് 2-3 എപ്പിസോഡുകളിലായി ചെയ്തത്. ഈ ഒരു ഭാവത്തിൽ പൂജകനെ ഒരു ക്ഷേത്രത്തിൽ എത്രമാത്രം പൂജ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും ബാക്കി കാര്യങ്ങളുമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അവിടെയാണ് നമ്മളുടെ പൂജാപദ്ധതികൾ ഇന്ന് എന്ത് ചെയ്തു, ക്ഷേത്രങ്ങളിലൂടെയും സമൂഹത്തിലും ഒക്കെ എത്തിയിട്ട് അത് മറ്റൊരു തരത്തിലായി. അതാണ് ദേവാലയങ്ങൾ എന്തായിട്ട് മാറി ഉപാസനാ കേന്ദ്രങ്ങളിൽ നിന്ന് സാമൂഹിക സംഘടനയുടെ ഒരു ഭാവത്തിലേക്ക് എത്തി. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഈ ക്രിസ്ത്യനൈസേഷൻ ഓഫ് ഹിന്ദുയിസം അല്ലെങ്കിൽ ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുയിസം, അവിടെ സംഘടനയാണ് എന്ന് പറഞ്ഞാൽ പല ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് അവരെയൊക്കെ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, അത് സാമൂഹികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് എന്ത് ചെയ്തു, ആരാധനാലയങ്ങൾ മാറി. പക്ഷേ നമ്മുടെ ആരാധനാലയങ്ങളും പൂജാസങ്കല്പങ്ങളും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവയൊന്നും വേണ്ട എന്നല്ല, അതിന് മറ്റ് പദ്ധതികൾ നമ്മൾ ഉണ്ടാവണം. ഇപ്പം വേദപഠനം എന്നുള്ളതിന് വേദപാഠശാലകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യമായി ഏകീകരിക്കപ്പെടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഒരുമിച്ച് ചേർന്നുള്ള ജപ സാഹചര്യങ്ങൾ നമുക്കുണ്ടാക്കണം. അതൊക്കെ കാലത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പല പദ്ധതികൾ ഇപ്പം ഇതെല്ലാം ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, പക്ഷേ പൂജ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി. സത്യത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം ഓരോ ഉപാസകന്മാരുടെ ഉപാസന കേന്ദ്രങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനെയൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, സാമൂഹിക കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്നു. ക്ഷേത്രങ്ങളായിക്കോട്ടെ, ക്ഷേത്ര പരിസരത്ത് നമുക്കാകാമല്ലോ കലകളുടെ വികാസത്തിന് വേണ്ട ചില സംഭവങ്ങളുണ്ട്. അതൊന്നും നാലമ്പലത്തിനുള്ളിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും ഈ പുറമേയുള്ള അല്ലെങ്കിൽ കലാപരിപാടികൾ, അതുപോലെ തന്നെ സാമൂഹിക ചിന്തകൾ, ഒരുമിച്ചുള്ള ഭക്ഷണം, ഇതൊന്നും ക്ഷേത്രത്തിൻ്റെ നാലമ്പലവുമായിട്ട് ബന്ധിച്ചിട്ടുണ്ടാവില്ല. അവിടെ മുഴുവൻ ഈ പൂജാ വിധാനം ഉപാസകനെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഉപാസനാ പദ്ധതിയായിട്ടാണ് ക്ഷേത്രങ്ങൾ വരിക. ഞാൻ ക്ഷേത്രങ്ങൾ മാറ്റിവെച്ചോളൂ, ഈ പൂജാവിധാനം നമുക്ക് ഓരോരുത്തർക്കും, അത് ക്ഷേത്രങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് പല തർക്കങ്ങളും അയിത്തവും തൊഴിലും തീണ്ടലും ഒക്കെ വരുന്നത്. പക്ഷേ ഈ പൂജാഭാവം ശരിക്കും മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഇത് നിത്യേന ഭാവന ചെയ്താൽ ഏതൊരു വ്യക്തിയിലും വലിയ മാറ്റങ്ങളുണ്ടാകും. അതിനെയാണ് ആ തരത്തിൽ ഉള്ള ഉപാസന പദ്ധതികളാണ് പൂജ എന്ന് പറയുക. അത് നമ്മൾ മനസ്സിലാക്കുക. അത് ഒരാൾക്ക് മറ്റൊരാൾക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഏകപക്ഷീയമാണ്. ഈ ഉപാസകന്റെ ശമദമങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ഇതൊക്കെയാണ് ഈ പൂജയുടെ അടിസ്ഥാനം എന്ന് പറയുക. ഇപ്പോൾ പലപ്പോഴും ക്ഷേത്രങ്ങളോ അല്ലെ പൂജകളോ ഒക്കെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഉപാസകന്റെ മനസ്സിൻ്റെ ഭാവത്തിന് യാതൊരു
പ്രാധാന്യവും കൊടുക്കാതെയാണ് പൂജകന്മാർ പൂജ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു വിമർശനം പോലെ നിങ്ങൾ കാണും. ഓരോ പൂജകന്മാരും ചിന്തിക്കുക, നമുക്ക് എന്ത് ആനന്ദമാണ് പൂജയിൽ നിന്ന് കിട്ടിയത്, നമുക്ക് ഈശ്വരീയമായ എന്ത് ഗുണമാണ് കിട്ടിയത്, എൻ്റെ മനസ്സിനെ എത്രമാത്രം ഏകാഗ്രമാക്കാൻ ഈ പൂജ കൊണ്ട് സാധിച്ചു, എത്രമാത്രം ഏകാഗ്രമാക്കാനുള്ള അന്തരീക്ഷം പൂജാ സംവിധാനത്തിലുണ്ട്. ഇതൊക്കെ പൂജകന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അറിഞ്ഞ് ഏതൊരാൾക്കും അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ പൂജയുടെ ചില രഹസ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ തരത്തിലെ ഒരു സങ്കല്പം മറ്റ് മതങ്ങളിലില്ല. അവിടെയാണ് നമ്മളുടെ ഉപാസനാ മാർഗങ്ങളും. മറ്റ് മതങ്ങളൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്ക് ഇന്നത് വേണം, ഇനി അനുഗ്രഹം തരണം, എനിക്ക് സ്വർഗരാജ്യം തരണം, അങ്ങനെ ഓരോന്നോരോന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ആവശ്യത്തെക്കാളുപരി ഈശ്വരനും ഞാനും ഏകമാണ് എന്ന ഭാവത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ തലത്തെ, മാനസിക തലത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പൂജ. അവിടെയാണ് ബ്രാഹ്മണൻ ആകുന്നത്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനും ഞാനും ഏകമെന്നുറച്ച് ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അത് ഏതൊരു വ്യക്തിയെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പൂജാ പദ്ധതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട്, മന്ത്രങ്ങളുടെ രഹസ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നീട് നിങ്ങളോട് പറയാം. നമസ്കാരം.